പ്രൈസ് ദി ലോർഡ്. എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ പ്രഭാതവന്ദനം. ആത്മമന്ന എന്ന ശുശ്രൂഷയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഇന്ന് പ്രഭാതത്തിലും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് ഉത്തമഗീതം 7-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യം, സോങ് ഓഫ് സോളമൻ ചാപ്റ്റർ ഓഫ് 7 വേഴ്സ് 6. നിന്റെ ശിരസ് കർമ്മേൽ പോലെയും നിന്റെ തലമുടി രക്താംബരം പോലെയും ഇരിക്കും. പ്രിയൻ ശുലേം തൻ്റെ പ്രിയ തമയോട് പറയുന്നൊരു ഭാഗമാണ്. നമുക്കറിയാം ഈ കാവ്യത്തെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും നല്ല ബോധ്യമുണ്ട്. എങ്കിലും കൂടുതൽ വ്യാഖ്യാനങ്ങളിലേക്ക് അല്ല പോകുന്നത്. എനിക്ക് ആ വചനം വളരെ എന്നെ ഇന്ന് ധൈര്യപ്പെടുത്തിയ ഒരു വാക്കാണ്. നിൻ്റെ ശിരസ് കർമ്മേൽ പോലെ. കർമ്മേലിൽ ഒരുപാട് പ്രത്യേകത നിങ്ങൾക്കറിയാം. ബൈബിൾ വായിക്കുന്ന പഠിക്കുന്ന ദൈവമക്കൾക്ക്, ദൈവദാസന്മാർക്കൊക്കെ അറിയാം. കർമ്മേൽ അതൊരു ഉയർന്ന കൊടുമുടിയാണ്. അവിടെ എന്തെന്നും പഠനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്, നമുക്ക് ചില പുസ്തകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഒരുപാട് സസ്യങ്ങളും ഒരുപാട് പ്രത്യേകതയുള്ള ചില ചെടികളുമൊക്കെ അങ്ങിങ്ങായി അവിടെ വളർന്നു നിൽക്കുന്നത്, ഇതുവരെയും കാണാത്തത്, ഇതുവരെയും കണ്ടെത്താൻ കഴിയാത്തത്, സാധാരണ ഇടങ്ങളിൽ ഇല്ലാത്തതൊക്കെ അവിടെ കാണുവാനായിട്ട് അതേ സാധിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ നമുക്ക് വായിക്കുമ്പോൾ എഴുത്തുകാർ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ആത്മീയമായിട്ട് ചിന്തിക്കുമ്പോൾ മറ്റ് ഭൗമിക കാര്യങ്ങൾ ഒരുപാട് ഉണ്ട്. എന്നാൽ പോലും എനിക്ക് ആത്മീയമായിട്ട് ഇന്ന് പ്രഭാതത്തിൽ എന്നെ ധൈര്യപ്പെടുത്തിയത് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിച്ച ഒരു ഇടമാണ് കർമ്മേൽ. രണ്ടാമത് അസാധാരണമായൊരു ദൈവപ്രവൃത്തി ഇറങ്ങി വന്ന സ്ഥലമാണ് കർമ്മേൽ. ഇതുവരെ ചരിത്രം കാണാതെ, ആരുടെയും പ്രതീക്ഷയ്ക്ക് ഇല്ലാത്ത ചില കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് കർമ്മേലിൽ ദൈവം ചെയ്തു. മാത്രമല്ല വലിയൊരു കൂട്ടത്തെ ദൈവഹിതത്തിന്, ദൈവത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് വിരോധമായി നിന്ന് ചിലതൊക്കെ നഷ്ടപ്പെട്ടു പോയ സ്ഥലമാണ് കർമ്മേൽ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇവിടെ എന്നെ ചിന്തിപ്പിച്ച ഭാഗം, നിന്റെ ശിരസ് കർമ്മേൽ പോലെ ഒരു ദൈവ പ്രവൃത്തിക്കായിട്ട് ദൈവം എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഒരുക്കുകയാണ്. ഈ ഉയർന്ന ഇടത്തേക്ക്, ഈ ഉയർന്ന സ്ഥലത്തേക്ക് ദൈവം നിങ്ങളെ എന്നെയും ആക്കി വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? കർമ്മേൽ പോലെ നിർന്ന് അവിടെ ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. ഇതുവരെ ആരും ദർശിക്കാത്ത, ഇതുവരെ ചരിത്രം കാണാത്ത അസാധാരണമായ ദൈവത്തിൻ്റെ പ്രവൃത്തി കുഞ്ഞ് നിന്നിൽ വെളിപ്പെടാനായിട്ടിടയായിത്തീരും. ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് വിരോധമായി നിൽക്കുന്ന ചിലതെല്ലാം എന്ത് ചെയ്യുന്നു? ചാമ്പലായിത്തീരുന്ന, ചിലതൊക്കെ ശൂന്യമായിത്തീരുന്ന വലിയൊരു ദൈവശക്തി നിങ്ങൾക്ക് വേണ്ടി ദൈവം അവിടെ വെളിപ്പെടുത്താൻ പോവുക. അതുകൊണ്ട് ഇവിടെ നമുക്ക് വായിക്കുന്നു, നിൻ്റെ ശിരസ് കർമ്മേൽ പോലെ. വിശ്വസിക്കാമോ? എൻ്റെ ശിരസിനെ ദൈവം കർമ്മേൽ പോലെ ഉയർത്തി നിർത്തുകയാണ്. എവിടെയൊക്കെയോ ആരൊക്കെയോ എനിക്കെതിരെ വിരോധമായി എഴുന്നേറ്റിട്ടുണ്ട്. പക്ഷേ എൻ്റെ ദൈവം എൻ്റെ ശിരസിനെ കർമ്മേൽ പോലെ ആ ദൈവത്തിൻ്റെ മറുപടി കാണുവാൻ, അസാധാരണമായ ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ, ദൈവത്തിന് ജയം പാടുവാൻ, ചില പ്രവൃത്തികളൊക്കെ ചരിത്ര നിമിഷങ്ങളാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് എൻ്റെ ശിരസിനെ കർമ്മേൽ പോലെ ദൈവം നിർത്തിയിരിക്കുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, വചനത്തിനാട് സ്തോത്രം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം. പ്രാർത്ഥനയോട് സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ്.